അപ്പോൾ ഭയങ്കര ഡിജക്റ്റഡ് ഫീലിംഗ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷമാണോ? യെസ്, കഴിഞ്ഞ വർഷമാണ്, സംവെയർ അറൗണ്ട് ദാറ്റ് ടൈം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീക്കിൻ്റെ ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇങ്ങനെ ഫുള്ളി സെൽഫ് ഡൗട്ടിലാണ്, ഇവരെന്താണ് എന്നെ മാറ്റിയത് എന്നുള്ളൊരു കംപ്ലീറ്റ്ലി ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നീക്കിൻ്റെ ഷൂട്ടിന് പോകുന്നത്. നീക്കിൻ്റെ ഷൂട്ടിന് പോയ സമയത്ത് സാറ്, ധനുഷ് സാർ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സെക്കൻഡ് സ്കെഡ്യൂളാണ് കേട്ടോ. ഫസ്റ്റ് സ്കെഡ്യൂൾ ഒരു 3 days ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് സ്കെഡ്യൂളിന് പോകുന്നത്. സെക്കൻഡ് സ്കെഡ്യൂളിന് പോയപ്പം ധനുഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിൽ ഐ ഗോട്ട് റീപ്ലേസ്ഡ്, ബട്ട് അതിൻ്റെ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് എഡിറ്ററിനെ വിളിച്ച് സാർ എൻ്റെ കൂടെ ഇരുന്നിട്ട് അതുവരെ എൻ്റെ ഷൂട്ട് ചെയ്ത പോർഷൻസ് വിത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. സാർ പറഞ്ഞു, ഞാനിത് ആർക്കും വേണ്ടി ചെയ്യാറില്ല, പക്ഷേ പ്രിയ യു ഷുഡ് വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബിറ്റ്സ് കാണിച്ചു തന്നു. കാണിച്ചു തന്നിട്ട് സാർ പറഞ്ഞു, ഞാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ട് എൻജോയ് ചെയ്തു വാച്ചിങ് യു ഓൺ സ്ക്രീൻ. ലൈക്ക് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ചിരി വരുന്നുണ്ട്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ആൻഡ് യു ആർ എ വെരി ഗുഡ് പെർഫോമർ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മനസ്സിൽ വെക്കണ്ട. ആൻഡ് ഹീ ടോൾഡ് മീ ഹിസ് എക്സ്പീരിയൻസസ്. ഒരു പടത്തിൽ റീപ്ലേസ് ആയിട്ട് അടുത്ത പടത്തിൽ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അവാർഡ് കിട്ടി. ഇതൊക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്, സംതിങ് ബെറ്റർ ഇസ് ഓൾവേസ് വെയിറ്റിംഗ് ഫോർ യു. അതുകൊണ്ടാണ് അത് സംഭവിക്കാണ്ടിരുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര സെൽഫ് ഡൗട്ടിൽ നിന്നിരുന്നൊരു സമയത്താണ് ധനുഷ് സാർ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നത്. ഒരു പുള്ളിയുടെ കാലിബറിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനോ ലോ ആയി ഇരുന്നോട്ടെ, എൻ്റെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ജെസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഈസ് ധനുഷ് സർ. അപ്പം എനിക്ക് ആ പടത്തിലാണെങ്കിലും നീക്കിലാണെങ്കിലും എനിക്ക് അഭിനയിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത്. കാരണം അത്രയും വലിയൊരു ആക്ടറിന് ഹാഡ് സോ മച്ച് ഫെയ്ത്ത് ഇൻ മീ. കാരണം ധനുഷ് സാർ യൂഷ്വലി ധനുഷ് സാറിൻ്റെ ആർട്ടിസ്റ്റിന് ചെയ്ത് കാണിച്ചു കൊടുക്കും, പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കും, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ബട്ട് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയക്ക് ഞാൻ അഭിനയിച്ച് കാണിച്ചു തരില്ല, ഞാൻ പെർഫോം ചെയ്ത് കാണിച്ചു തരില്ല, എനിക്ക് പ്രിയയുടെ സ്റ്റൈൽ എന്താണോ അതാണ് വേണ്ടത് ഇൻ ദ ഫിലിം. ദാറ്റ് ഈസ് വാട്ട് പ്രീതി ഈസ് ആൻഡ് ഐ വോണ്ട് യു ടു ഡു ദാറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിലും വലുതായിട്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹി ഹാഡ് കോൺഫിഡൻസ് ഇൻ മീ, ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ മീ. നിന്റെ സ്റ്റൈലിൽ എന്താണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് അത് മതി എന്നുള്ളൊരു സ്പേസ്. സോ ദാറ്റ് വാസ് സ്നീക്ക് ഫോർ മീ. ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ അതിലിങ്ങനെ മറ്റേ എന്തൊക്കെയാണ് ജീവിതം, എന്തൊക്കെയാണ് ഈ ഹോം മേക്കർ ആണെങ്കിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്. അത് പറയണതും അതുപോലെ തന്നെയാണല്ലോ, ഇത് കഴിഞ്ഞ് ഒക്കെ സ്വന്തം ഇതാണല്ലോ, സ്വന്തം ഇംപ്രവൈസേഷൻ ആണ്. ഡയലോഗ്സ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ സാർ, അതും നമ്മൾ ഓൺ ദി സ്പോട്ടാണ് കേട്ടോ ഇംപ്രവൈസ് ചെയ്യുക. ചെയ്ത 2 തമിഴ് ഫിലിംസിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് സൈഡ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അപ്പം ഇരുന്നത് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഭയങ്കര ക്വിക്കായിട്ടാണ്. ധനുഷ് സാർ തന്നെയാണ് വന്ന് പറയാം, ഓക്കെ ഇതാണോ അതാണോ ചോദിക്കുക, ഇതാണോ ചോദിക്കുക. അപ്പൊ അതിനൊന്നും സൈഡ്സ് ഇല്ല. അപ്പം അതൊക്കെ സാറ് വന്ന് അപ്പ പറഞ്ഞു തരുന്നത് അപ്പ ചെയ്യാന്നുള്ളതാണ്. പ്രിയ ഏറ്റവും അധികം ബാധിച്ചൊരു പ്രധാന കാര്യം ഈ ആദ്യ സിനിമയുടെ റിലീസിന് ശേഷം അവർ പ്രിയയെ പറ്റി പറയുന്ന ചില കാര്യങ്ങളായിരുന്നു. അത് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് ആ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പ്രിയയുടെ സൈഡിൽ നിന്നോ ഡീൽ ചെയ്യണമെന്ന് പിന്നെ ഒരു വിചിന്തനം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സ് ആയ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം വെച്ചിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ അന്ന് ഡീൽ ചെയ്തത് അതിനെ. അതിൻ്റെ അപ്പുറത്തേക്ക് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് മീ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒബ്വിയസ്ലി പ്രായത്തിൽ മൂത്ത കുറേ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യായിരുന്നു ഡെഫിനറ്റ്ലി. ബട്ട് യാ, ആൻഡ് ദാറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴായിട്ടും കാണാറുണ്ട്. ബട്ട് ഞാൻ അന്നും ഇന്നും എടുക്കുന്ന സ്റ്റാൻഡ് ഇസ് മൈ സ്റ്റാൻഡ് ഓഫ് സൈലൻസ്. ലൈക്ക് ഞാൻ പലപ്പോഴായിട്ട് കോമൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, വേർ പീപ്പിൾ ആർ ലൈക്ക് വന്ന വഴി മറക്കരുത് അല്ലെങ്കിൽ നന്ദികേട് കാണിക്കരുത്. മൈ വേ ഓഫ് ഷോയിങ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ത്രൂ മൈ സൈലൻസ്. ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രതികരിക്കാതെയും കമൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വേ ഓഫ് ഷോയിങ് റെസ്പെക്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഫിലിമോഗ്രഫിയിൽ ആ പടം കൊണ്ട് തുടങ്ങേണ്ടിയിരുന്നു, അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് ആ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ
ഫെനോമിന സംഭവിക്കില്ലായിരുന്നു, ആ റെക്കഗ്നേഷൻ ഉണ്ടാവില്ലായിരുന്നു. കിട്ടില്ലായിരുന്നു. അതൊക്കെ എന്തായാലും ഇറ്റ്സ് എ ഫാക്ട് ആൻഡ് അത് ഞാൻ അക്നോളജും വാലിഡേറ്റും ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ട് ദാറ്റ്സ് ദ ഫാക്ട്, അത്രേ ഉള്ളൂ. ഒരുപാട് ബ്രാൻഡുകളൊക്കെ എൻഡോസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നതാണ്. പക്ഷെ വളരെ കോൺഷ്യസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ആളുകൾ ഭയങ്കര ഒരു ബൂം വരുമ്പോൾ എൻഡോസ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ അങ്ങനെ പ്രിയ ചെയ്തത് കണ്ടിട്ടില്ല. അതിലൊരു റെസ്പോൺസിബിൾ ആവണം, കോൺഷ്യസ് ആവണം, അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? ഡെഫിനറ്റ്ലി. നല്ല ബ്രാൻഡ്സിന്റെ കൂടെ അല്ലാതെ കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചൊരു മടിയാണ്. ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ പ്രൊമോഷൻസ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഓൾറെഡി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് ഓൾറെഡി അത്രയും അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആയിരിക്കും ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ്. കാരണം നമുക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മൾ എൻഡോസ് ചെയ്യുന്ന സാധനത്തിന്റെ ഒത്തന്റിസിറ്റി എന്താന്നുള്ളത് ചിലപ്പോൾ ചെക്ക് ചെയ്യാനുള്ളൊരു ടൈമോ ഒന്നും, ഒരു പീരിയഡ് ഓഫ് ടൈമോ ഒന്നും കിട്ടിയെന്ന് വരില്ല. സോ നമ്മളത് ചെയ്യുമ്പം കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ ഫോളോവേഴ്സ്, വെൽ വിഷേഴ്സ്, അവര് പടത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആവാത്തത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് നെസസറി. നോ, നമ്മള് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പടങ്ങൾ നമ്മൾ ഇപ്പൊ നമ്മളാണെങ്കിലും പേഴ്സണലി പോയി കാണുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഫിലിം ഇസ് ഡൂയിങ് ഓർ ഹൗ ദ സ്ക്രിപ്റ്റ് ഓർ ദ സ്റ്റോറി ഈസ്. അതിൽ ഇന്നൊരാളുണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ലാലേട്ടനോ മമ്മൂക്കയോ ആയിരിക്കണം ആ ഒരു ഇനിഷ്യൽ പുഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സ്ട്രോങ് യുവർ സ്ക്രിപ്റ്റ് ഇസ്. കോണ്ടന്റ് എത്ര സ്ട്രോങ് ആണോ അത് മാത്രമേ ആൾക്കാരെ കൺവേർട്ട് ചെയ്യുള്ളൂ, ഓഡിയൻസിനെ കൺവേർട്ട് ചെയ്യുള്ളൂ. അതല്ലാതെ നമ്മളൊരു സിനിമയിൽ ഉണ്ടിച്ചിട്ട് അവർ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയ എന്താ ഭയപ്പെടുത്തുന്നത്? മോശം സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടൊരു നല്ല സംവിധായകനാണോ, ഒരു മോശം സംവിധായകനായിട്ട് ഉണ്ടാവുന്ന ഒരു നല്ല സ്ക്രിപ്റ്റ് ആണോ? രണ്ടും ബുദ്ധിമുട്ടല്ലേ? രണ്ടും ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള വിഷൻ മേക്കിങ്ങിൽ പോയാൽ തീർന്നു. അങ്ങനെ അനുഭവം ഉണ്ടോ? പിന്നെ അതല്ല, അങ്ങനെ നേരത്തെ പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് പാളിയിട്ടുണ്ട്. സോ നമ്മൾ കാണുന്ന ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ തന്നെ വർക്കാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പ്രിയ വന്നിട്ട് എനിക്ക് മുഴുവൻ സ്ക്രിപ്റ്റ് കേൾക്കണം, അല്ലെങ്കിൽ ഫോൺ ജനറേഷൻ അല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ, ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? ക്യാരക്ടർ ആർക്കിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾ ചിലപ്പോൾ ഔട്ട്കാസ്റ്റ് ആവുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. ഇല്ല, എന്നാലും ഞാൻ ചോദിക്കുമായിരുന്നു, അന്നും ചോദിക്കുമായിരുന്നു, ഇന്നും ചോദിക്കുമായിരുന്നു. സിനോപ്സിസ് തൊട്ട് ഒരു കംപ്ലീറ്റ് നറേഷൻ തൊട്ട് ക്യാരക്ടറിന്റെ ആർക്ക് എന്താണെന്നുള്ളത് എല്ലാം ചോദിക്കുമായിരുന്നു. അന്നും ചോദിക്കുമായിരുന്നു, ഇന്നും അത്യാവശ്യമായിട്ട് ചോദിക്കുവാണ്. സോ അവനങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല നമ്മള്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് നമ്മളാണത് ഫേസ് ചെയ്യേണ്ടത്. വേറെ ആരും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പോകുന്നില്ല. സോ ഇറ്റ്സ് ആർ ചോയ്സ്. നമ്മുടെ ഫ്രീ വില്ലാണല്ലോ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മോശമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ആർ ചോയ്സ്. അപ്പോൾ ആ ചോയ്സ് നമ്മൾ മേക്ക് ചെയ്യുമ്പം സ്മാർട്ടായിട്ട് എല്ലാം ചിന്തിച്ച് കണക്ക് കൂട്ടി ചോയ്സ് മേക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ചോയ്സ് ഓഫ് വാച്ചിങ് എങ്ങനെയാണ്? ഇപ്പം അഡോളസൻസിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നു, അപ്പോൾ പോയി അത് കാണുന്നു, അങ്ങനെയാണോ? അതോ പ്രിയക്ക് ഇഷ്ടമുള്ള മേക്കേഴ്സ്, അങ്ങനെയുള്ള സബ്ജക്ട്സ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ വാച്ച് ചെയ്യാറില്ല, ഒന്നും വാച്ച് ചെയ്യാറില്ല. ഇറ്റ്സ് ഐദർ വേർഡ് ഓഫ് മൗത്ത്. ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും ഇന്ന ഷോ കണ്ടു നോക്ക് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണും. കാരണം എൻ്റെ ടേസ്റ്റ് എന്താണ് എന്നുള്ളത് എൻ്റെ ക്ലോസ് സർക്കിളിന് അറിയാലോ. അപ്പം ഞാൻ എന്ത് ടൈപ്പ് ഓഫ് മൂവീസോ സീരീസാണ് കാണാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവരെനിക്ക് അങ്ങനത്തെ എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ റെക്കമെൻഡും ചെയ്യുള്ളൂ. അല്ലാത്തത് ചിലപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ ഞാൻ കാണാനിരുന്ന് കഴിഞ്ഞാൽ അതെന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയാ സെലക്റ്റീവായിട്ട് കാണാറുള്ളൂ. അങ്ങനെ ഹൈപ്പ് ഉണ്ടിച്ചിട്ട് അങ്ങനെ എല്ലാം കാണാറൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ജിംഷി ഖാലിദിനോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഷൈജു, അപ്പൊ അദ്ദേഹത്തിന് വളരെ സ്പെസിഫിക് ആണ്. ഇന്ത്യൻ കോണ്ടന്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്, അവിടെ അത് കണ്ടാൽ മതി. ജിംഷി അപ്പുറത്തെ കുറച്ചുകൂടി ഫോറിൻ കണ്ടന്റ് കൂടി കാണുന്നുണ്ട്. ഒരു കോണ്ടന്റ് കാണുന്നതിൽ ഇപ്പൊ പ്രിയ ഞാനൊരു പെർഫോമറാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെ നോക്കി പടം കാണുന്ന ഒരു പ്രിയകാരുണ്ടോ? ഇല്ല. ഐ ഫീൽ ലൈക്ക് ആ ഒരു സെൻസിലെ എല്ലാ ഫിലിംസും ഹെൽപ്പ് യു ഇൻ സം വേ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം
ഇന്ന പടത്തിൽ മാത്രം ആണ് ഭയങ്കര പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ഫിലിംസിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് പിക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ചിലപ്പം ഏതെങ്കിലും ഒരു സിനിമയിൽ എന്താ പറയാ ഭയങ്കര ഈസി ആയിട്ട് ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഈ പറഞ്ഞ പോലെ ചിത്രമ്പലത്തിലൊരു നിത്യ മേനൻ ചെയ്തൊരു ക്യാരക്ടർ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അതിന്റെ നുവാൻസസ് ആർ ഡിഫിക്കൾട്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഈ പറയുന്ന പോലെ എന്താ അവാർഡ്സ് വിൻ ചെയ്ത് ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് പോലത്തെ ഒരു ഫിലിമില് ഡെമി മോർ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ അത് ആ എക്സ്ട്രീമിലാണ്, ഇത് ഈ എക്സ്ട്രീമിലാണ്. പക്ഷെ അഗൈൻ നുവാൻസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഏത് കൈൻഡ് ഓഫ് ഒരു ഫിലിം കാണുമ്പോഴും നമുക്ക് ആ നുവാൻസസ് എന്തെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാനുണ്ടാവും. സോ ഞാനെല്ലാം എനിക്ക് കാണാൻ ഇഷ്ടമുള്ള എല്ലാം കാണുന്ന ഒരു ആളാണ്. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഈ ലോക സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ നടക്കുന്ന ഡിസ്കഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഈ ആക്ടർ ആയാലും തന്നെ പടങ്ങളൊക്കെ കാണണം. ഇപ്പം ആലിയ ഭട്ടൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അവർ കരിയറിൽ വന്നിട്ട് കുറെ കാലമായിട്ട് അവർ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അങ്ങനെ നീ ആക്ടറാണോ, നീ ഇത് കാണണം, അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ പറഞ്ഞ പടങ്ങളുണ്ടോ? ആ പിന്നെ ഇഷ്ടംപോലെ ഫിലിംസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആരെങ്കിലും പുഷ് ചെയ്താൽ ഞാനത് കാണൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, കൊറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ ഞാനത് കാണില്ല. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ക്ലാസിക്സ് ഒരുപാട് പടങ്ങൾ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നണം, എനിക്ക് തോന്നുമ്പോൾ ഞാനിരുന്ന് കാണും. അത് എന്തായാലും എൻ്റെ വാച്ചിങ് ഇറ്റ് എന്തായാലും കാണും. ഈ അടുത്താണ് ഞാൻ ഷൈനിങ് ഒക്കെ കാണുന്നത്. അപ്പം അങ്ങനത്തെ കുറെ ക്ലാസിക് ഫിലിംസ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മടി കാരണം ഇങ്ങനെ മാറ്റി വെക്കും. പിന്നെ എന്തായാലും എൻ്റെ വാച്ചിങ് ഇറ്റ് കാണും. ഓരോ വട്ടം കാണുമ്പോഴും ഓരോ പെർസ്പെക്റ്റീവ് കിട്ടിയിട്ടുള്ള പടം ഏതാ? ഓരോ ഏജിൽ നമ്മൾ കാണുമ്പോഴും ഓരോ പോലെ തോന്നുന്നു. അങ്ങനെ ഒരു പടം ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ പെട്ടെന്ന് പറയാനറിയില്ല. എക്സാമ്പിൾ 96 എടുക്കുകയാണെങ്കിൽ പ്രേമിക്കുന്നവർക്ക് ആ പടം കാണുമ്പോൾ ഒന്നായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു രീതിയിൽ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം പറ്റിയിരിക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ അതായിരിക്കും. കല്യാണം കഴിഞ്ഞവർക്ക് 96 കാണുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻ വേറെയാണ്. ഇപ്പൊ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ വന്നിട്ട് ഒരാൾ 96 കാണുകയാണെങ്കിൽ അയാൾക്ക് വേറെ ആയിരിക്കും. അങ്ങനെ തോന്നിയൊരു പടം ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് 96 ഒക്കെ ഞാൻ അന്നും ഇന്ന് കാണുമ്പോൾ ഇരുന്ന് മൂങ്ങാന്നുള്ള അവസ്ഥയുള്ളൂ. സോ അതിലെനിക്ക് അങ്ങനെ ഭയങ്കര പെർസ്പെക്റ്റീവ് ഡിഫറൻസോ അല്ലെങ്കിൽ പടത്തിലെ സബ്ജക്ട് കാരണമാണോ മൂങ്ങുന്നത് അതോ കണക്ട് ആയിട്ട് മൂങ്ങുന്നതാണ്? രണ്ടും ഓഫ് കോഴ്സ്. അത് ഒന്നാമത് 96 കാണുന്നത് കോളേജ് ഫസ്റ്റ് ഇയറിൽ ആ സമയത്തൊക്കെയാണ് കാണുന്നത് തന്നെ. ആ സമയം തൊട്ടേ മറ്റേ ഇങ്ങനെ എന്തൊരു സിനിമയാണ്, ഭയങ്കര ഹെവി ഹാർട്ടായിട്ട് കണ്ടൊരു ഫിലിമാണ്. അപ്പം കുറെ കാലം എൻ്റെ ഫോണിന്റെ റിംഗ് ടോണൊക്കെ കാതലയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. കറക്റ്റ് സിനിമയാണ് പറഞ്ഞത് 96. അപ്പോൾ ആരുടെ കൂടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾക്കൊരു സിനിമ റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടെ ഇരുന്നൊരു സിനിമ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 96 ആയിരിക്കും ഉണ്ട്. എനിക്കിപ്പോഴും ബോംബെയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇരുന്ന 96 കാണിച്ചു കൊടുത്തിട്ടുണ്ട്, തമിഴ് അറിയാത്ത ആൾക്കാർക്ക്. അവരിങ്ങനെ സബ് ടൈറ്റിൽസും വായിച്ചിട്ട് ഓക്കെ അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. സോ പേഴ്സണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിമാണ്. അപ്പം എന്തൊരു ഫിലിമാണെങ്കിലും ഐ ഫീൽ ലൈക്ക് ഞാനതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് ഇതിലെങ്ങനെ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് അങ്ങനെയൊന്നുമല്ല. ഞാനതിൻ്റെ ഭയങ്കര സട്ടിലായിട്ടുള്ള ഇമോഷൻ മാത്രമാണ് ഐ ക്യാരി ദാറ്റ് വിത്ത് മീ. അതിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും എനിക്ക്. എന്ത് കൈൻഡ് ഓഫ് ഒരു ഫിലിമാണെങ്കിലും ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് ബൈ ദിസ് മീഡിയം. ഭയങ്കര ഐറോണിക് ആണ് മീ ബീങ് ആൻ ആക്ടർ സേയിങ് ദാറ്റ് യുനോ നമുക്കൊരു ആ ഒരു ഫാന്റസീന്റെ ഇതിന്റെ ഒരു തിൻ ലൈൻ ഉണ്ടല്ലോ, അത് ആസ് എൻ ആക്ടർ എനിക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. സോ ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോ ഒരു മെയ്യഴകൻ പോലത്തെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം സങ്കടമല്ല നൊസ്റ്റാൾജിയ അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കും. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല സിനിമയാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി പിന്നെ അടുത്ത 2 ദിവസം അതിൻ്റെ മൂഡിലാണ്. സോ ഞാൻ അങ്ങനെ ഭയങ്കര കീറിമുറിച്ച് പെർസ്പെക്റ്റീവ്സ് കണ്ടുപിടിച്ച് എന്താ പറയുക സബ്ജക്റ്റ് ഇങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരാളല്ല.